ഇന്ന് ഒരു പുതിയ സ്ഥാപനം കൂടി KSRTC തുടങ്ങുകയാണ്. പെരുമ്പാവൂരിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട് യാത്രാ ഫ്യൂവലിൻ്റെ പുതിയ പെട്രോൾ പമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. KSRTCയുടെ ടിക്കറ്റ് ഇതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയ ഒരു ഉത്തമമായ മാർഗമാണ് ഇത്തരത്തിലുള്ള പെട്രോൾ പമ്പുകൾ. യാത്രാ ഫ്യൂവൽസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ചേർന്ന് തന്നെ 8-10 സ്ഥലങ്ങളിൽ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇനി ഏതാണ്ട് 10ഓളം ഇടങ്ങളിൽ യാത്രാ ഫ്യൂവലിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി വരികയാണ്. സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 3-4 എണ്ണം വളരെ അനുമതി ലഭിച്ച നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഇത് പെരുമ്പാവൂരിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സ്ഥലത്താണ് ഈ പമ്പ് വയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ മുൻപ് പമ്പ് വെച്ചത് ഉള്ളിലേക്കായി. ഇപ്പോൾ ചടയമംഗലം പൊതുവായ പമ്പ് വെച്ചെങ്കിലും ആർക്കും പമ്പ് കാണാൻ പറ്റത്തില്ല. പമ്പ് അങ്ങ് ഉള്ളിലാണ്. അപ്പോൾ ആ പമ്പിനെ റോഡ് സൈഡിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് IOC തന്നെ അത് മാറ്റി സ്ഥാപിക്കാം എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ബഹുമാനായ MLA ഈ പമ്പ് വളരെ മനോഹരമാണെങ്കിലും ബഹുമാനായ MLA ഇവിടുത്തെ ബസ് സ്റ്റേഷനെ കുറിച്ച് പറയുന്നുണ്ടായി. പക്ഷേ കേരളത്തിലെ ഏറ്റവും മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഒരു ബസ് സ്റ്റേഷനായിരിക്കും പെരുമ്പാവൂർ ബസ് സ്റ്റേഷൻ. ഈ ഒരു ബസ് സ്റ്റേഷൻ നന്നാക്കാൻ KSRTC കയ്യിൽ അത്രയ്ക്കധികം പണമില്ല. പക്ഷെ ഇപ്പോൾ ബ്രാൻഡിങ് എന്നൊരു സംവിധാനം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു പ്രവാസി വ്യവസായി നടത്തുന്ന ഏറ്റവും വലിയൊരു സ്ഥാപനം KSRTCയുടെ 12 സ്റ്റേഷനുകൾ ബ്രാൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ മുഴുവൻ ടൈൽസ് ഒട്ടിച്ച് ഭിത്തിയിൽ ഗ്രാനൈറ്റ് എല്ലാം ഒട്ടിച്ച്, അതായത് ഭിത്തിയിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ബസ് സ്റ്റേഷനുകൾ മലിനമാക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇപ്പം തറയിൽ ടൈൽസ് ഇട്ട് വോളിൽ ഗ്രാനൈറ്റ് ഒരു 8 അടി പൊക്കത്തിൽ ഗ്രാനൈറ്റ് 8-9 അടി പൊക്കത്തിൽ ഗ്രാനൈറ്റ് ഒട്ടിച്ച് വൃത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഈ ബസ് സ്റ്റേഷൻ്റെ കളറും കാര്യങ്ങളും ഈ ബ്രാൻഡ് ചെയ്യുന്ന കമ്പനിയുടെ ഉൽപ്പന്നത്തിൻ്റെ കളറുമായി ബന്ധപ്പെട്ടായിരിക്കും. അവർ കളറടിക്കാം, അവർ തന്നെ പെയിൻറ്റ് അടിക്കും, അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. KSRTCക്ക് പണം കിട്ടുക എന്നുള്ളതല്ല. ഈ സൗകര്യം ആധുനികവൽക്കരിക്കപ്പെട്ട് 3 വർഷത്തേക്കാണ് ബ്രാൻഡ് ചെയ്യാൻ കൊടുക്കുന്നതെങ്കിൽ ഈ 3 വർഷവും ഇത് തുടയ്ക്കുന്നതും തൂക്കുന്നതും വൃത്തിയാക്കുന്നതും അവർ നിയമിക്കുന്ന തൊഴിലാളികളായിരിക്കും. ഹൗസ് കീപ്പിംഗ് അവർക്ക് കൊടുക്കുകയാണ്. അതേസമയം ടോയ്ലറ്റുകളെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. KSRTC ജീവനക്കാർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഓഫീസിനകത്തുള്ളതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കും. നമ്മുടെ CLR തൊഴിലാളികൾ ചെയ്യും. മറ്റ് പൊതുജനങ്ങൾ വന്നു ചേരുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കാൻ ബ്രാൻഡ് ചെയ്യുന്ന കമ്പനിയെ ചുമതലപ്പെടുത്താൻ പോകും. പണം ചിലവാക്കാൻ KSRTC ഇല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇനിയും ഈ ബസ് സ്റ്റേഷനുകളെ ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് ഓരോന്നായി നിലംപതിക്കും. പലതും ചോർന്നൊലിച്ച് നിലംപതിക്കുന്ന സ്ഥിതിയിലാണ്. ആലുവ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് വളരെ മനോഹരമായൊരു ബസ് സ്റ്റേഷൻ പണിതു. അതിൽ നല്ല സൗകര്യത്തോടുള്ള ടോയ്ലറ്റുകൾ നിർമ്മിച്ചു. പക്ഷെ അതിനെ നശീകരിക്കുന്നതിന് മുമ്പ് തന്നെ അത് സുലഭ് എന്ന് പറയുന്ന ഒരു ഏജൻസി, കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമുള്ള ഒരു NGO ആണ്. വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇന്ത്യയിൽ ഏതാണ്ട് 32 ലക്ഷം ടോയ്ലറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവരെയാണ് നമ്മൾ പലതും ആലുവ ഏൽപ്പിച്ചു. കരുനാഗപ്പള്ളി പുതിയ ബസ് സ്റ്റേഷനാണ്. മുൻ MLAയും ഇപ്പോഴത്തെ MLAയും ഫണ്ട് നൽകി നിർമ്മിച്ച ബസ് സ്റ്റേഷൻ ഈ അടുത്ത കാലത്താണ് അവിടെ അവരെ ഏൽപ്പിച്ചു. അതുകൂടാതെ അവിടെ ജീവനക്കാരുടെ കാര്യം അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ബസ് സ്റ്റേഷൻ്റെ ടോയ്ലറ്റ് അവരെ ഏൽപ്പിച്ചു. പിന്നെ സുൽത്താൻ ബത്തേരി അല്ലേ, ബത്തേരി നമ്മൾ അവരെ സുലഭിനെ ഏൽപ്പിച്ചു. കൊട്ടാരക്കര ഏൽപ്പിച്ചു. ഇപ്പോൾ കൊട്ടാരക്കര 2 ദിവസത്തിനുള്ളിൽ ആദ്യം മൊത്തം സ്റ്റേഷൻ അതിൻ്റെ ടോയ്ലറ്റ് മുഴുവൻ തട്ടിപ്പൊട്ടിച്ച് കളഞ്ഞിട്ട് ഒന്നേന്ന് പറഞ്ഞ് ഫ്രഷായിട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാം മാറ്റി കംപ്ലീറ്റ് പ്ലംബിങ്ങും ടൈൽസും എല്ലാം മാറ്റി ആധുനികവൽക്കരിച്ചു. ഈ സ്ഥാപനത്തിൽ കൊടുക്കുമ്പോൾ 10 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ പലരും പറയും KSRTCക്ക് ഒരു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾ അല്ലെങ്കിൽ ടെൻഡർ എടുത്തു, അയാൾ 5 ലക്ഷം രൂപ തരും. പക്ഷേ ഈ സൊസൈറ്റി അവർ അത്രയും തരില്ല. ചിലപ്പോൾ 2 രൂപയായിരിക്കും തരുന്നത്, 2 ലക്ഷം രൂപയെ തരത്തുള്ളൂ. പക്ഷേ 10 വർഷത്തേക്ക് അവൾക്ക് കൊടുത്താൽ ഈ ടോയ്ലറ്റിന് ആവശ്യമായ STP അടക്കമുള്ള സ്ഥാപനങ്ങൾ, സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അടക്കമുള്ള സ്ഥാപനങ്ങൾ അവർ കൊണ്ടുവന്ന് സ്ഥാപിക്കും. ഇതൊരു സ്വകാര്യ സ്ഥാപനമല്ല, ഇതൊരു സൊസൈറ്റിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള ഒരു NGO ആണ്. അവർ എല്ലാ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം അവരാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് മാറുകയാണ്. കാരണം യാത്രക്കാരനെ സംബന്ധിച്ച് യാത്രയിൽ ഏറ്റവും അത്യന്താവശ്യം ഒരു കാര്യമാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത്. കാത്തിരിപ്പും നല്ല ഭക്ഷണവും അതുപോലെ നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ. നമ്മുടെ ബസ് സ്റ്റേഷനിലെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ KSRTCയിൽ നിന്ന് യാത്രക്കാരെ അകറ്റിയിട്ടുണ്ട് എന്നതിലൊരു സംശയവുമില്ല. KSRTC ബസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം പേടിയോടെ ആളുകൾ ഓർക്കുന്നത് KSRTCയുടെ ടോയ്ലറ്റാണ്. ഭയത്തോടെയാണ് ആൾക്കാർ അയ്യോ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ ആ ഭാഗത്തേക്ക് പോകാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഈ ടോയ്ലറ്റുകൾ മുഴുവൻ, ഇപ്പം ഞാൻ KSRTC MD പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത നവകേരള
മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയുണ്ട്. അത് മാർച്ച് 31 വരെയാണ്. അതിലേറ്റവും അധികം പങ്കാളിയാവുന്നത് KSRTC ആണെന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുകയാണ്. കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി 18 സ്ഥലങ്ങളിൽ KSRTC ജീവനക്കാർ ബസ് സ്റ്റേഷനുകളുടെ നവീകരണത്തിൽ അതിഗംഭീരമായ ഒരു സഹകരണവും പ്രവർത്തനവും കാഴ്ചവെച്ചു. അതിനെ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. മാർച്ച് 31 മുമ്പ് കേരളത്തിലെ ബസ് സ്റ്റേഷനുകളിൽ ടോയ്ലറ്റുകളുടെ അഭാവമുണ്ട്. പഴയ ടോയ്ലറ്റുകൾ പലതും പൊളിച്ചു പണിയേണ്ടതുണ്ട്. KSRTC ഈ ടെൻഡർ വിളിക്കലും കോൺട്രാക്ടറെ നന്നാക്കലും ഒക്കെ നിർത്തി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി KSRTC ജീവനക്കാരും KSRTCയിലെ ജീവനക്കാരും ഉപയോഗിച്ചുകൊണ്ട് പണിയുകയാണ്. ടോയ്ലറ്റിന് വേണ്ടി ഞാൻ തന്നെ ഒരു ഡിസൈൻ രൂപകൽപ്പന, ചിലവ് കുറഞ്ഞ എന്നാൽ വൃത്തിയാക്കാൻ കഴിയുന്ന, എളുപ്പത്തിൽ വൃത്തിയാക്കാൻ കഴിയുന്ന, എളുപ്പത്തിൽ വൃത്തികേടാക്കാൻ ഇച്ചിരി ശ്രമിച്ചാലും വൃത്തികേടാക്കാൻ പറ്റാത്ത ഒരു രൂപകൽപ്പന തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ടോയ്ലറ്റുകൾ കേരളത്തിലെ എല്ലാ പ്രധാന ബസ് സ്റ്റേഷനുകളിലും നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ പണി തീർക്കത്തക്കതിലുള്ള ഒരു പദ്ധതിയാണ്. നമ്മൾ നേരിട്ട് പണിയാണ്. KSRTC നേരിട്ട് ഇപ്പോൾ ഈ കടയിൽ ചെന്ന് നല്ല കൂടിയ സാധനം വാങ്ങിച്ച്, നല്ല ടൈൽസ് വാങ്ങിച്ച്, ബില്ല് വാങ്ങിച്ച്, കണക്ക് നോക്കി KSRTC തന്നെ ടെൻഡർ വിളിച്ചാൽ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി. ഈ അടുത്ത കാലത്ത് KSRTCയിലെ തിരുവനന്തപുരം ബസ് സ്റ്റേഷനിൽ ബസ് കഴുകുന്നൊരു സ്ഥലമുണ്ട്. ഈ സ്ഥലം ഒന്ന് ചെളിയായിട്ട് കിടക്കണം. ഈ ചെളിയിലിട്ടാണ് ബസ് കഴുകുന്നത്. ഈ ചെളിയിൽ നിന്നാണ് ബസ് കയറുമ്പോൾ തന്നെ ചെളി വീണ്ടും അതിലടിക്കും, വണ്ടി ഓടിച്ച് കയറ്റുമ്പോൾ തന്നെ. അപ്പോൾ ഈ ചെളി മാറ്റി ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് അതിനൊരു കൂരയിട്ട് വൃത്തിയാക്കി കഴുകാം എന്ന് വിചാരിച്ചപ്പോൾ KSRTC തന്നെ എഞ്ചിനീയർ എന്ന കണക്ക് 38 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ എസ്റ്റിമേറ്റാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ടൊരു കണക്കെടുത്തു. ഇത്ര സാധനം വാങ്ങിക്കൊടുത്ത് ഇതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ KSRTC ജീവനക്കാർ തന്നെ ചെയ്യണം. അവർക്ക് ചെയ്യാനുള്ള നല്ല കഴിവുള്ളവരാണ് ബസ് സ്റ്റോപ്പിലൊക്കെ. അവരെ വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞൊരു കണക്കെടുത്തപ്പോൾ 8 ലക്ഷം രൂപയാണ്. നിങ്ങൾ ആലോചിക്കണം, കേരള സർക്കാരിൻ്റെ പൊതുഖജനാവിലെ KSRTCയുടെ 38 ലക്ഷം രൂപ ചെലവഴിക്കുന്നതിന് പകരം 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആ കെട്ടിടം നിർമ്മിക്കുന്ന. 15 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ പണി പൂർത്തിയാകും എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം. ഒരു കോൺട്രാക്ടറെ വിളിച്ചാൽ ടെൻഡർ എടുക്കാൻ വരിക, ആ ടെൻഡർ എടുത്തേച്ച് എഗ്രിമെൻ്റ് ഇടുക, പിന്നെ ചെയ്യാതെ പോവുക. ഇതൊരു വലിയ ശാപമാണ്. കാരണം KSRTCയുടെ പത്തനംതിട്ട ഡിപ്പോ പണി തീർന്ന് കിടക്കാൻ തുടങ്ങി 8 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആളുകളിൽ നിന്ന് പണം വാങ്ങി കട കൊടുക്കാം, കടമുറി വാടകയ്ക്ക് കൊടുക്കാം, നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങളുള്ള സ്ഥലത്ത് നിർത്തുന്നത് കൊണ്ട് യാത്രക്കാരെ എണ്ണം കൂടിയിട്ടുണ്ട്. കുടുംബസമേതമുള്ള യാത്രക്കാർ KSRTCയിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്ന പുതിയ ബസ് തുടങ്ങി. എയർ കണ്ടീഷൻ ബസ്സുകളിൽ ലോ ഫ്ലോർ ബസ്സിനേക്കാൾ താഴ്തി കുറവ്, സൂപ്പർ ഫാസ്റ്റിനേക്കാൾ മുകളിൽ, അങ്ങനെയുള്ള KSRTC വണ്ടി നിറഞ്ഞാണ് പോകുന്നത്. എല്ലാ ദിവസവും, ഇന്ന് വരെയുള്ള എല്ലാ ദിവസവും KSRTCയിലെ പുതിയ വാഹനങ്ങൾ 10 വണ്ടികൾ റോഡ് നിരത്തിലിറങ്ങിയുണ്ട്, എയർ കണ്ടീഷൻ വണ്ടി. ഈ 10 വണ്ടിയും 1-2 ദിവസം ഒഴിച്ച് എല്ലാ ദിവസവും ലാഭത്തിലാണ് പോകുന്നത്, പ്രവർത്തന ലാഭത്തിലാണ് പോകുന്നത്. 5000 രൂപ മുതൽ 10000 രൂപ, 15000 രൂപ, 18000 രൂപ വരെ ഒരു ബസ് ഒരു ദിവസം പ്രവർത്തന ലാഭമുണ്ടാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ലൈറ്റ്നിങ് എക്സ്പ്രസ്സുകൾ തകർന്നു കിടന്ന എല്ലാം എടുത്ത്, പുതിയ വണ്ടി വാങ്ങിക്കാൻ കാശില്ല, അതുകൊണ്ട് പഴയ വണ്ടിയെല്ലാം പണിഞ്ഞ് കുട്ടപ്പനാക്കി ഇറക്കുകയാണ്. ഇപ്പോൾ ലൈറ്റ്നിങ് എക്സ്പ്രസ് പാലക്കാട് നിന്ന് ട്രെയിനില്ലാതെ മൂകാംബികയ്ക്ക് പോകാൻ ട്രെയിനില്ലല്ലോ, അവിടേക്ക് ഒരു ബസ് തുടങ്ങി ലൈറ്റ്നിങ് എക്സ്പ്രസ്. ഒരു ദിവസം 35000 രൂപയ്ക്ക് മേളിലാണ് അതിൻ്റെ പ്രോഫിറ്റ്. അങ്ങനെ ഓരോ ബസ്സും എണ്ണി ലാഭത്തിലാക്കാനാണ് KSRTC ജീവനക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നമ്മൾ അഭിനന്ദിക്കണം. അപ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ പെരുമ്പാവൂരിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട MLA, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള, സാജു പോൾ അടക്കമുള്ള നേതാക്കൾ മുൻകൈ എടുത്ത് ഇറങ്ങി ഈ ബസ് സ്റ്റേഷന് ഒരു ബ്രാൻഡിങ്ങിന് ഒരാളെ കൊണ്ടുതരും. എത്രയോ കമ്പനികൾ ഈ കാലടി മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അന്തർദേശീയ തലത്തിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന അനേകം കമ്പനികൾ അങ്കമാലി മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ പെരുമ്പാവൂർ ഈ ഭാഗത്തുണ്ട്. അവരെ പിടിച്ചിട്ട് പല അരി ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, പിന്നെ കറി പൗഡർ ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്. ഇവരെയൊക്കെ പിടിച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചൊരു മീറ്റിംഗ് ഇരുത്തി നിങ്ങളെല്ലാവരും കൂടി രാഷ്ട്രീയം മറന്ന് എല്ലാവരോടും ഒന്ന് നിന്നാൽ ഈ ബസ് സ്റ്റാൻഡ് ബ്രാൻഡ് ചെയ്യാൻ അവസരം കിട്ടും. ആ നിമിഷം അനുവാദം തരാം, ആ നിമിഷം. രണ്ടാമത് അടുത്ത ദിവസം കഴിയട്ടെ എന്നൊന്നുമില്ല, നിങ്ങൾ ആളെ കൊണ്ടുപോകാം, അന്ന് അനുവാദം. എന്നാൽ എല്ലാ വണ്ടിക്കും ടെൻഡർ വിളിച്ചിട്ടുണ്ട്. എയർ കണ്ടീഷൻ ചെയ്ത സ്ലീപ്പർ ബസ്സുകൾ, സെമി സ്ലീപ്പർ ബസ്സുകൾ, ധാരാളമായി വണ്ടികൾ. ഏറ്റവും ഒരു ട്രാവൽ കൾച്ചർ തന്നെ. മിനി ബസ്സുകൾ, അതുപോലെ മിനി ബസ് എന്ന് പറയുന്നത് 8 മീറ്റർ നീളമുള്ള ബസ് തന്നെയാണ്. 10 മീറ്റർ വീസമുള്ള ചെറിയ ബസ്സുകൾ, മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികളുമായി KSRTC വരാൻ പോവുകയാണ്. അതിൽ പാട്ട്, TV എല്ലാം കാണും വണ്ടിക്കകത്ത്. ലോക്കൽ ബസ്സിലാണ് വരുന്നത്. ലോക്കൽ ബസ് പുതിയ വണ്ടിയാണ്, തല്ലിപ്പൊളി പഴയ വണ്ടിയൊക്കെ മാറ്റി പുതിയ വണ്ടിയാണ് വരാൻ പോകുന്നത്. ഈ പുതിയ വണ്ടിയിൽ പാട്ട്, TV ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും കാണും. നല്ല സൗകര്യങ്ങളുള്ളിടത്ത് മാത്രമേ വണ്ടി നിർത്തത്തുള്ളൂ. നല്ല ഫുഡ് കൊടുക്കണം, നല്ല ഫെസിലിറ്റി കൊടുക്കണം. പ്രത്യേകിച്ച് ലേഡീസിന്
ഇരുന്ന് കഴിക്കാനും അവർക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാനുള്ള നല്ല വ്യക്തമായ സൗകര്യങ്ങൾ വളരെ നിർബന്ധമാണ്. സ്ത്രീകളെ ഈ ബസ്സിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ KSRTCയുടെ വരുമാനം വർദ്ധിക്കൂ. കുടുംബസമേതം അമ്മയും അച്ഛനും മക്കളും ഒരുമിച്ച് വിശ്വസിച്ച് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ KSRTCയിൽ പോകാം എന്ന് പ്രഖ്യാപിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. 2011 ഞാൻ സിനിമയുടെ മന്ത്രിയായിരുന്നു. അന്ന് കേരളത്തിലെ തിയേറ്ററുകളിൽ പാമ്പ്, പഴുതാര, പൂച്ച, പട്ടിയെല്ലാം ഓടുമായിരുന്നു. എൻ്റെ നിർബന്ധം അന്നത്തെ സിനിമാ സംഘടനകളെല്ലാം എതിർത്തു. ഞാനൊരു സിനിമാ നടൻ കൂടിയാണെങ്കിൽ എനിക്ക് നല്ല എതിർപ്പായിരുന്നു. ഞാൻ രാജിവെച്ച് പോയതിൻ്റെ അന്ന് ചില തിയേറ്റർ ഉടമകൾ ലഡ്ഡു വിതരണം ചെയ്തു. ആ ലഡ്ഡു വിതരണം ചെയ്തവരും അവരുടെ തിയേറ്ററുകൾ പിന്നീട് എയർ കണ്ടീഷൻ ചെയ്തു എന്നുള്ള ഒരു കാവ്യനീതിയാണ്. കാരണം ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം കേട്ടില്ല. പക്ഷേ ഇന്നൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം. സ്ത്രീകൾക്ക് ഇന്ത്യയിൽ സുരക്ഷിതമായി സിനിമാ തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണാൻ കഴിയുന്നതും മുഴുവൻ തിയേറ്ററുകളും എയർ കണ്ടീഷൻ ചെയ്തതും ആധുനിക സൗകര്യങ്ങളുമായ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്ന് നമ്മൾ ഓർക്കണം. സിനിമയുടെ കച്ചവട സാധ്യതകൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആന്ധ്രാപ്രദേശിൽ പോലും എയർ കണ്ടീഷൻ ഇല്ലാത്ത തിയേറ്ററുകളുണ്ട്. എന്നാൽ കേരളത്തിൽ എയർ കണ്ടീഷൻ ഇല്ലാത്ത തിയേറ്ററില്ല, DTS ഇല്ലാത്ത തിയേറ്ററില്ല, 4K ഇല്ലാത്ത തിയേറ്ററില്ല. തിയേറ്ററിൽ കുടുംബസമേതം സ്ത്രീകൾക്ക് മക്കളോടൊപ്പം ധൈര്യസമേതം പോയിരുന്ന് സിനിമ കാണാം. പുറയിരുന്ന് കാലുകൊണ്ട് തോണ്ടുമ്പോൾ ബ്ലൗസിലിരിക്കുന്ന പിന്നൂരി കുത്താനെടുക്കുക. ഇപ്പോൾ ഒന്നും ആവശ്യമില്ല. അവിടെ ക്യാമറ വച്ചിട്ടുണ്ട്, അതിൽ കാണാം. ആര് കുറ്റം ചെയ്താലും പോലീസ് പിടിക്കും. എനിക്ക് യാതൊരു സംശയവുമില്ല. സത്യമല്ലേ? സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് സിനിമയ്ക്ക് വെക്കൂടെ ഇപ്പം എന്ന് പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് ധൈര്യമായി KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യാം. നല്ല ടോയ്ലറ്റുകളും നല്ല ഫുഡും എല്ലാം നിങ്ങൾക്ക് തരും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ പെരുമ്പാവൂരിൽ ഇത്രയും നല്ല മനോഹരമായൊരു പമ്പ് IOC ഒരുക്കിയിട്ടുണ്ട്. ഈ സേവനം നിങ്ങൾ ഉപയോഗിക്കണം. മുനിസിപ്പൽ ചെയർമാനോട് ഒരു അഭ്യർത്ഥന കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കാം. ഞാൻ MLA വിളിച്ചിരുന്നു. അങ്ങനെ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കാത്തത്. ഈ പെരുമ്പാവൂരിലെ കുരുക്ക് കൂടി അഴിക്കാൻ നിങ്ങൾ സഹകരിക്കണം എന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഐഡിയൊക്കെ ഞാൻ കൊണ്ടുവരാം. കാലടിയിൽ ഞാൻ വന്നു. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനാണ് എന്നെ സമീപിച്ചത്. ഇവിടുത്തെ പഞ്ചായത്തിൽ നിന്ന് നല്ല സഹകരണം ഉണ്ടായി. ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുത്തു. കാലടിയിലെ കുരുക്കഴിഞ്ഞു, അങ്കമാലിയിലെ കുരുക്കഴിഞ്ഞു. അങ്കമാലിയിലെ കുരുക്കഴിഞ്ഞു. ബസ് സ്റ്റേഷൻ്റെ അവിടെ 400 വണ്ടി ഇങ്ങനെ കറങ്ങുമായിരുന്നു. അത് കട്ട് ചെയ്തു. 400 ട്രിപ്പ്, 200 ട്രിപ്പാണ് ഒരു ദിവസം കറങ്ങിക്കൊണ്ടത്. ഒരു ദിവസം 400 ട്രിപ്പ് ബസ്സുകൾ ഇങ്ങനെ ബസ് സ്റ്റേഷൻ്റെ അവിടെ ക്രോസ് ചെയ്യായിരുന്നു. അത് കട്ട് ചെയ്തു. അതുപോലെ നെടുമ്പാശ്ശേരി വിമാനത്താവളം. കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് MG ശ്രീകുമാർ, ഞാൻ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നു. ഞാൻ എടുത്ത് കേട്ട് നോക്കുമ്പോൾ വോയിസ് മെസ്സേജ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായി എറണാകുളത്ത് ഇടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഞാൻ വിമാനത്താവളത്തേക്കും തിരിച്ച് വിമാനത്താവളത്തിൽ നിന്ന് ഇടപ്പള്ളിയിലേക്കും വരുമ്പോൾ വളരെ വേഗത്തിലെത്തുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറോട് ചോദിച്ചു, ഇതെന്താണ് സംഭവം, ഇതെന്താ പെട്ടെന്ന് എത്തുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് ഗണേഷ് കുമാർ ചെയ്തൊരു പണിയാണ്, അത് വിജയിച്ചു. ഇടപ്പള്ളിയിലെ കുരുക്കഴിച്ചു. ഇടപ്പള്ളിയിലെ കുരുക്കുന്ന എത്ര മണിക്കൂറാണ് കിടക്കണമെന്നാലേ ഇടപ്പള്ളിയിലെ കുരുക്കഴിക്കാൻ അവിടുത്തെ MLA ആയ ശ്രീമതി ഉമാ തോമസ് സഹകരിച്ചു. കളമശ്ശേരിയിൽ വന്നപ്പോൾ മന്ത്രി കൂടിയായ രാജീവ് വളരെ താല്പര്യത്തുടങ്ങി കളമശ്ശേരിയിലെ കുരുക്കഴിച്ചു. അത് കഴിഞ്ഞ് അങ്കമാലി ആലുവയിൽ വന്നപ്പോൾ മുനിസിപ്പൽ ചെയർമാനും അതുപോലെ തന്നെ MLA അൻവർ സാദത്തും വളരെ ആത്മാർത്ഥമായി കൂടെ നിന്നു. ആ കുരുക്കഴിച്ചു. ചാലക്കുടിയിലെ കുരുക്കഴിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാനും MLA എല്ലാം വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അങ്കമാലിയിൽ മാത്രം MLA ചില ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നോക്കി. പക്ഷേ കാര്യങ്ങളങ്ങ് നടന്നതുകൊണ്ട് കുഴപ്പമില്ല. അദ്ദേഹത്തെ ഇങ്ങനെ പിന്തിരിപ്പിക്കാനുള്ള ചില പണികൾ നടത്തി ചില ആൾക്കാർ. പക്ഷേ അത് ആലുവയിലോ അതുപോലെ തന്നെ ചാലക്കുടിയിലോ അത് ഉണ്ടായില്ല. കാരണം അവിടുത്തെ MLA മാരും മുനിസിപ്പൽ ചെയർമാനും വളരെ ആത്മാർത്ഥമായിട്ട് അക്കാര്യത്തിൽ സഹകരിച്ചു. ആ കുരുക്കുകളെല്ലാം അഴിഞ്ഞു വന്നത് നമ്മൾ വളരെ ശ്രദ്ധയാണ്. തൃശ്ശൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ വിമാനത്താവളത്തിലേക്ക് പോകുന്ന ഒരാളിന് ആവശ്യമുള്ളവർ മാത്രമേ നെടുമ്പാശ്ശേരിയിൽ വന്ന് നിൽക്കുന്നുള്ളൂ. ബാക്കി ആരും അവിടെ കിടക്കുന്നില്ല. എല്ലാവരും തൃശ്ശൂരേക്കുള്ളവരെല്ലാം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും വലിയ കുരുക്കഴിഞ്ഞു എന്ന് പറയുന്നത് ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളിയിലെ കുരുക്ക് നിങ്ങൾ മനസ്സിലാക്കണം. വേണമെങ്കിൽ ഒരു 100 കോടിയോ 200 കോടിയോ ചെലവഴിച്ച് അണ്ടർപാസ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഇറങ്ങിത്തിരിക്കാൻ അധികം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പമ്പിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ദൈവനാമത്തിൽ നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.